ഐത്രിഫ് ഫാമിലിയുടെ കൊച്ചി ടു കാശ്മീർ ട്രാവൽ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 4. ഞങ്ങളിപ്പോൾ ഉള്ളത് നാഗ്പൂരിലാണ്. നാഗ്പൂര് രാവിലെ തന്നെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് ആഗ്രയിലേക്കാണ്. അപ്പൊ ദേ ഇവിടെ നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം. രാവിലെ തന്നെ ചെറിയ ഒരു മഴയുണ്ട്. ഇന്നലെ രാത്രി നല്ല ഇടിവെട്ടും മഴയായിരുന്നു ഇവിടെ. ഇന്ന് മഴയായിരുന്നില്ല, ഇന്നലെ ഫുള്ള് വെള്ളമായിരുന്നു നമ്മൾ ഹോട്ടലിന്റെ പാർക്കിങ്ങിന്റെ ഒക്കെ അവിടെ. അങ്ങനെ നല്ലൊരു സിറ്റി തന്നെയാണ് നാഗ്പൂര്. ഫുൾ ക്ലീൻ ആൻഡ് നീറ്റ്. എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രീതിയിൽ ഇവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റി. ഇന്ത്യയുടെ ഓറഞ്ച് സിറ്റി എന്നാണ് ഈ നാഗ്പൂരിനെ അറിയപ്പെടുന്നത്. ഫുള്ള് ഫ്ലൈ ഓവേഴ്സ് ആണ് ഇവിടെ. ഫ്ലൈ ഓവേഴ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുക. എന്താ ഇന്ന എന്തോ പറഞ്ഞു, ഒന്നും മനസ്സിലായില്ല. ഓ, പഠിക്കാനുള്ളത്. വേറെ ജഗ്ഗു ലീവ്. ജഗ്ഗു ലീവ് നിയർ നാഗ്പൂർ. ഇംഗ്ലീഷിൽ പഠിച്ചതാ? ലിറ്ററേച്ചറിൽ പഠിച്ചതാ? അപ്പൊ ഇതിനൊക്കെ അറിയാല്ലേ നാഗ്പൂർ എന്താന്ന്. കണ്ട, ഇതാണ് നാഗ്പൂർ. ഇമ്രാൻ എവിടെ? നമ്മള് പക്ഷേ നാഗ്പൂർ എന്ന് പറഞ്ഞപ്പോ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത് അടുത്ത ഫ്ലൈ ഓവർ. നമുക്ക് നേരെ തന്നെയല്ലേ പോണ്ടേ? മഴ പെയ്തുകൊണ്ട് എന്തായാലും വണ്ടി കഴുകേണ്ടി വന്നില്ല. നല്ല ഇടിവെട്ടായിരുന്നു. എന്താ ഇടിവെട്ട്! നല്ല പേരും മഴ. ഇന്നലെ രാത്രി ഫുള്ള് നല്ല തണുപ്പുണ്ടായിരുന്നു അത് കാരണം. ഇനി ആഗ്രയിലേക്ക് എത്ര ദൂരമുണ്ട്? 842 കിലോമീറ്റേഴ്സ് ഉണ്ട് ആഗ്ര. നമുക്കിന്ന് ഫുള്ള് കവർ ചെയ്യണം. ഇന്ന് നൈറ്റ് സ്റ്റേ ആഗ്ര. നമുക്ക് അവിടെ 2 ദിവസം നിൽക്കാം അല്ലേ? ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാം. ഒരു ഫ്ലൈ ഓവറിന്റെ മേളിൽ കൂടെ വേറെ ഫ്ലൈ ഓവർ. അത് ഫ്ലൈ ഓവർ അല്ല, അത് മെട്രോ ആണല്ലേ? മെട്രോ റെയിൽ. അത് അപ്പുറത്ത് വേറെ. ഇതിൽ കൂടെയൊക്കെ മെട്രോ പോകുന്നേ. ഈ പ്ലെയിനിൽ നമുക്ക് ഇൻഷാല്ലാ നമുക്ക് പോവാം. അടുത്ത ട്രിപ്പ് പ്ലെയിനിലാക്കാം. എന്തേ? ആ, ഈ സിറ്റി ഒരു നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള ഒരു
സിറ്റി തന്നെയാണ്. എന്താ ഫ്രണ്ടിൽ കാണാം ബാങ്ക് ഓഫ് ഇന്ത്യ. ഓ, റിസർവ് ബാങ്ക്. ഇവിടുത്തെ റിസർവ് ബാങ്ക് ആണ് ആ കാണുന്നത്. നല്ലൊരു ബിൽഡിംഗ് അല്ലേ? റുപ്പി, ഡോളർ എല്ലാം ഉണ്ടല്ലോ. ബ്ലോക്ക് അല്ല, സിഗ്നലാ. കസ്തൂർ ചന്ദ് പാർക്ക് സ്ഥലത്തിന്റെ പേര്. റോഡിലൊക്കെയാണ് ആൾക്കാർ കിടക്കുന്നത്. ഇപ്പൊ ഷോപ്പൊന്നും ഓപ്പൺ ആയിരിക്കൂലല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും സൊവിനിയേഴ്സ് ഉണ്ടെങ്കിൽ മേടിക്കായിരുന്നു. ഒന്നും ഓപ്പൺ അല്ല. ഇവിടെ ഒരാളുടെ രാവിലത്തെ ഉറക്കം ശരിയായിട്ടില്ലതേ. ഇമ്രു ഹായ് പറഞ്ഞേ. Kilometers of kilometers. നമ്മുടെ അരൂർ തുറവൂർ വന്നു കഴിഞ്ഞാൽ അതായിരിക്കുമല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ. നമ്മള് എത്ര കിലോമീറ്റർ? 12, 19 അത്രയുണ്ടോ? ഇത് നല്ല വലിയൊരു ഫ്ലൈ ഓവർ തന്നെയാണ്. രാവിലെ ആയിട്ട് ബ്ലോക്ക് കുറവാ, അതും തന്നെ നന്നായി. ഇതാ നമ്മൾ ഇറങ്ങുന്നു. മെട്രോ ഇവിടെ വെച്ചിട്ട് നിർത്തി പടുത്തോണ്ടിരിക്കണേന്ന് തോന്നുന്നു. പുതിയ മെട്രോ വന്നോണ്ടിരിക്കുക. അങ്ങനെ നമ്മള് നാഗ്പൂര് വിട്ടു. അതേ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞല്ലേ, അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ജസ്റ്റ് ബ്രെഡും ചോക്കോസ് ബ്രെഡും ഓരോ പഴവും, അതാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. 814 കിലോമീറ്റർ ഉണ്ട് ആഗ്രയിലേക്ക്. മഴ കുറച്ച് കുറവുണ്ട്, നല്ല പെയ്തോണ്ടിരിക്കും. പെട്രോൾ ഉണ്ടല്ലേ ഇവിടെ? 104. ഇന്നലെ നമ്മൾ നോക്കിയപ്പോ 105 ആയിരുന്നില്ല അവിടെ. ഇപ്പൊ 104. ഇവിടെ 104. അവിടെ നയാരയിൽ എഴുതിയേക്കണ്. അല്ല, അത് ജിയോ ആയിരുന്നു, നയാരല്ല. ജിയോയില് ഇവിടെ എത്രയാന്ന് എഴുതിയിട്ടില്ല.
നല്ല റോഡല്ലേ. ഇന്നലെ രാത്രി ഒന്നും കാഴ്ചകൾ കാണാൻ പറ്റിയില്ല, നല്ല ഇരുട്ടായി പോയി. ഫുള്ള് നെൽപ്പാടങ്ങളാണ്. ഇന്നലെ വന്നപ്പോഴൊക്കെ എന്തോരം നെൽപ്പാടങ്ങളായിരുന്നു. ചിലതൊക്കെ ഇങ്ങനെ വിളവെടുത്തിട്ട് അവിടെ ഇങ്ങനെ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കഴിഞ്ഞതാന്ന് തോന്നുന്നു, വിളവെടുപ്പ് കഴിഞ്ഞതാന്ന് തോന്നുന്നു. കൂന കൂട്ടിയിട്ടുണ്ട്. പച്ചപ്പാവുമ്പോ എന്ത് രസമായിരിക്കുമല്ലേ കാണാൻ വിട്ടോ. കണ്ണെത്താ ദൂരത്തോളം പച്ച പടർന്നിങ്ങനെ രണ്ട് സൈഡും. റോഡ് എന്തായാലും മോശമില്ല. പിന്നെ ഇടക്ക് ഇങ്ങനെ പണി നടക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലേ ചെറിയൊരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ റൂട്ട് മാറ്റി വിടും, അല്ലെങ്കിൽ ഭയങ്കര സർവീസ് റോഡൊക്കെ ഭയങ്കരമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കണായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ കണ്ടെയ്നറൊക്കെ വരുമ്പോഴാണ് പ്രശ്നം. ചെറിയ വഴിയായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഉള്ളത്. നമ്മളിപ്പോൾ എത്ര സ്റ്റേറ്റ് കഴിഞ്ഞ്? കേരള, തമിഴ്നാടു, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഇപ്പതേ മഹാരാഷ്ട്ര. 6ാമത്തെ സംസ്ഥാനമാണ് ഇപ്പൊ നമ്മൾ കയറിയേക്കുന്നത്. ഇനി എന്തോരം കിടക്കണല്ലേ. നാഗ്പൂരുള്ളത് മഹാരാഷ്ട്രയില്. ഇത് അമ്പലമാണെന്ന് തോന്നുന്നു ഈ പണിതോണ്ടിരിക്കുന്നത്. എന്ത് രസത്തിലാ പണിയുന്നത്. $109 അവിടെ ഉണ്ടായിരുന്നു. 5 രൂപ കൂട്ടിയല്ലോ. ജിയോയില് 104, നായാരയില് 109. ഇവിടെ നമുക്ക് പോലീസ് ചെക്കിങ് നടക്കുന്നുണ്ടായിരുന്നു. ലൈസൻസ് മേടിച്ചാലും പോയിട്ടുണ്ട്. ആ സാറാണ് കൊണ്ടുപോയത്. തന്നില്ലല്ലോ കൊണ്ടുവന്ന്. എന്തിപ്പോ അവര് പറഞ്ഞ പോലീസുകാര് അത് കോമഡിയാണ്. ഗ്യാസ് 5 ലിറ്ററിന്റെ അലൗഡ് അല്ല. അതിന്റെ ഫൈൻ എത്രയാ പറഞ്ഞേ? 10,000 rupees ഫൈൻ. അതിന്റെ നമ്മുടെ വണ്ടി ഫുള്ള് പക്കൻ. ലൈസൻസ് നോക്കി, ലൈസൻസ് ഒക്കെ ഓക്കെ. PUC തരാൻ വേണ്ടി പറഞ്ഞു, അത് കൊടുത്തു, അതെല്ലാം ഓക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ ടിക്കി നോക്കാൻ പറഞ്ഞു. ഓക്കെ, ടിക്കി തുറന്ന് കാണിച്ച് എല്ലാം നോക്കിയപ്പോഴത്തേക്കും സിലിണ്ടർ കണ്ടു. അപ്പൊ തന്നെ അത് അലൗഡ് അല്ല. 10,000 rupees fine. അത് ഞങ്ങള് പറഞ്ഞു, ഇത് ഞങ്ങളെല്ലാം നോക്കി, ഇത് എല്ലാരും കൊണ്ടുപോകുന്നത് ട്രാവലിങ്ങിനുള്ള ഗ്യാസ് ആണ്, എല്ലാ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് പറ്റത്തില്ല, അത് അവിടെ കൊണ്ടുപോകുമ്പോഴേ നിങ്ങൾക്ക് പ്രശ്നവും, അല്ലെങ്കിൽ അതിന്റെ ചെല്ലാൻ അടിക്കേണ്ടി വരും. എത്ര രൂപയാണ് ചെല്ലാൻ? 10,000 രൂപ. എന്നാ ഓക്കെ, ശരി, കുഴപ്പമില്ല, ചെല്ലാൻ അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ കയറിയിട്ട് ഈ ക്യാമറ, നമ്മുടെ ഈ ഡാഷ് ക്യാം ഉണ്ടല്ലോ, പുള്ളിക്കാരൻ വന്നപ്പോഴത്തെ ആ ഡാഷ് ക്യാമ തിരിച്ചു വെച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരൻ നൈസായിട്ട്, നിങ്ങൾക്ക് പ്രശ്നം വരും, അതുകൊണ്ടിട്ടാണ്, കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ, കാരണം അയാളുടെ പഴയ ഇത് പൊളിഞ്ഞല്ലോ, കാശ് കിട്ടണേന്റെ. അങ്ങനെ പറഞ്ഞു വിട്ട്. എന്ത് കോമഡിയാണ് നോക്കണേ. ഓരോരോ എന്നാ ചോദിക്കണം, മാന്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, കുഴപ്പമില്ല. ഇത് 10,000 രൂപയെ ഫിൽറ്ററിന് വേണ്ടിയ വഴിയില്ലല്ലോ അത്രയും. ഇങ്ങനെയൊക്കെ ഓരോരോ ഉണ്ടാവും നമ്മൾ പോകുന്ന വഴിയൊക്കെ. വണ്ടി പക്കയായിരിക്കും, അതാണ് മെയിന്. അതിന്റെ എല്ലാ സർവീസും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ നോ ടെൻഷൻ.
രാവിലെ തന്നെ ചെക്കിങ്. ഊതിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇത് ഫോറസ്റ്റ് ഏരിയ ആണല്ലേ ഫുള്ള്. എന്താ ഗ്യാസ് എടുത്തിട്ട് ഈ സെന്ററിൽ ഒന്ന് വെക്കണേ. സെന്ററിൽ വെക്കാനോ? ഓക്കെ, അത് നമുക്കിനി എടുക്കുമല്ലോ, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ നേരത്ത് നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ. പക്ഷെ ഇതിപ്പോ ഈ ലോറിക്കാരെല്ലാരും കൊണ്ടുവന്ന് ഈ സാധനം തന്നെയല്ലേ. അവർക്കും വെച്ച് കഴിക്കണ്ടേ. ആ, ഇത്രയും ദിവസത്തെ യാത്രയാകുമ്പോ നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റും. അലൗഡാണ്. പക്ഷെ എത്ര പേര് കൊണ്ടുപോകുന്നുണ്ട്? ഇതെല്ലാം മറ്റേ ചെറുതൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആ, അത് നമ്മുടെ ഈ പൊക്കമുള്ള ടൈപ്പ് ആയതുകൊണ്ട് 5 kg ഇത്രയും വലുതെന്നാ ചോദിക്കുന്നത്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 5 kg എന്നുള്ളത്. ഇത് കണ്ടില്ല, 2 സൈഡും വലിയൊരു കാടാണ്. അതിന്റെ മേളിൽ കൂടി ഒരു ഫ്ലൈ ഓവർ പോലെ പണിതുണ്ട്. 2 സൈഡും ഇതിങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കും, അതായത് ആനിമൽസ് ഒന്നും റോഡിലേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്തായാലും നല്ലൊരു കാര്യമാണല്ലേ. നമ്മളിത് അവർക്കും ബുദ്ധിമുട്ടില്ല, അവർക്കും താഴെ കൂടെ പോവാം, നമുക്ക് മേളിൽ കൂടെ പോവാം, ഒരു ബുദ്ധിമുട്ടില്ല. എത്രയോ കിലോമീറ്റർ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഈ ഒരു റൂട്ട് കണ്ടായിരുന്നു, കണ്ടില്ലേ? അങ്ങ് ദൂരെ ഇങ്ങനെ കിടക്കുക വഴി. പ്ലാസ്റ്റിക് അല്ലേ പറന്നുപോയെ? ഫ്ലൈ ഓവർ അല്ല തോന്നണല്ലേ, വഴി തന്നെയാണ്. ആ, ഫ്ലൈ ഓവർ അല്ല കേട്ടോ, വഴി തന്നെ. പക്ഷെ ഇവര് കവർ ചെയ്തിട്ടുണ്ട് നല്ല ഹൈറ്റില്. മഴ ചെറുതായിട്ട് ഇപ്പോഴും പെയ്യുന്നുണ്ടല്ലേ. ചൂടില്ല അതുകൊണ്ടിട്ട്, വെയിലില്ലാത്തോണ്ടിട്ട്. നമ്മുടെ തുണി ഉണക്കണ്ടേ, എന്ത് ചെയ്യും? വെയിലില്ലല്ലോ. ഇന്നലെ രാത്രി കഴുകിയ തുണികളൊക്കെ വെള്ളമൊക്കെ പോയി കിട്ടി, പക്ഷേ ഉണക്കണം ഒന്നും കൂടെ. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ല രസമാണ് ആ വഴി അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങോട്ടേക്കൊക്കെ റൂട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, എങ്ങോട്ടോ പോകുന്ന. മഴ ഇങ്ങനെ തുടർന്നാലും ഉച്ചക്ക് എന്ത് ചെയ്യും ഫുഡ് കഴിക്കാൻ? കുറച്ചേക്കും മാറുമായിരിക്കും അല്ലേ? 9 ആയിട്ടുള്ളൂ, രാവിലെ 9 മണി ആയിട്ടുള്ളൂ. ഇനിയും സമയമുണ്ട്. ആ, ഇന്നലെ നമ്മള് വളരെ ലേറ്റ് ആയിട്ടാണ്. 9 മണിക്ക് എണീറ്റ് 10 മണിക്ക് ഇറങ്ങി. പിന്നെ ടയറൊക്കെ മാറ്റിയിട്ട് 12 മണി കഴിഞ്ഞില്ല നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഇറങ്ങിയപ്പോ. ഇപ്പൊ എന്നാലും രാവിലെ തന്നെ ഇറങ്ങി.
മാക്സിമം ആഗ്രഹം എത്തണം ഇന്ന്. പോട്ടിയ സ്ഥലത്തിന്റെ പേര്. Stay to the right, then stay to the left to National Highway 44. RTO ചെക്ക് പോസ്റ്റ്. Stay to the left to National Highway 44. മധ്യപ്രദേശ് ബോർഡർ. നമ്മളങ്ങനെ മധ്യപ്രദേശ് ബോർഡറിലേക്ക് എത്തി. ഇതാണല്ലേ മറ്റേ പുതിയ ടോളാണെന്ന് തോന്നുന്നു. അതോ Continue straight for 95.7 kilometers towards National Highway 44, National Highway 26, Asian Highway 43. നമ്മളങ്ങനെ മധ്യപ്രദേശിലേക്ക് കേറിയല്ലേ. നമ്മുടെ 7ാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള മധ്യപ്രദേശ്. വലിയ കാടാണല്ലോ. ടെന്റൊക്കെ അടിച്ചിട്ട് കച്ചവടക്കാരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ലോറിക്കാരാണോ. വണ്ടി മൊത്തം ചെളിയായി. കേൾക്കാൻ പറ്റുന്നില്ല. കാറ്റ്, എന്താ കാറ്റ്. ഇല്ല, ഇത് വിളവെടുപ്പ് കഴിഞ്ഞു തോന്നണല്ലേ. ഇല്ല, എടുക്കാൻ പോണുള്ളൂ ചിലതൊക്കെ. അരിയാണ് ഇവിടുന്നൊക്കെ ആയിരിക്കുമല്ല നമ്മുടെ കുട്ടി കൊണ്ടുതന്നെ. മധ്യപ്രദേശ് എന്ത് ഭംഗി നോക്കി അത് കാണാൻ വേണ്ടിട്ട്. ഈ ഒരു മഞ്ഞല്ല, ഗോൾഡൻ കളർ കണ്ടില്ലേ. അതിന്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ മരങ്ങള്. ആഹാ, ഇമ്പ്രൂ കൊള്ളാവോ? ഇമ്പ്രൂ ഇഷ്ടപ്പെട്ട സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ട? പറ, അതൊന്ന് പറ. ആന്നല്ല, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ? നമ്മളെങ്ങോട്ടാ പോകുന്നേ ഇമ്പ്രൂ? ഇമ്രാൻ, നമ്മളെങ്ങോട്ടാ പോകുന്നേന്ന് പറ. കാശ്മീരോ? ഇപ്പൊ എവിടെയാ നമ്മളെത്തിയേ? ഇത് കാശ്മീരല്ല. ഇതെവിടെയാ? മധ്യപ്രദേശ്. എവിടെയാണ് പറഞ്ഞേ? പറയും ബ്രോ. മധ്യപ്രദേശ് പറഞ്ഞേ. ആണോ ഇമ്രാന്? ആളിവിടെ ബ്രെഡ് തിന്നണേന്റെ തിരക്കില്ല. ആളിപ്പോഴാണ് ഉറങ്ങി എണീറ്റത്. രാവിലത്തെ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും കിടന്ന് ഉറങ്ങി.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് തകർക്കുകയാണ്. ഇവിടെ നല്ലൊരു സെറ്റപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഒരു ഷെഡ് ഉണ്ടായിരുന്നു, ചായക്കടയാണെന്ന് തോന്നുന്നു, പക്ഷെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ ലോക്കൽസിനോട് ചോദിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല, ഇവിടെ നിന്ന് ചെയ്തോന്ന് പറഞ്ഞ്. അപ്പൊ അങ്ങനെ ദേ ഇവിടെ നിന്ന് ഉണ്ടാക്കി. ഇപ്പൊ ചോറടുപ്പത്ത്, ഇനി കറി ഉണ്ടാക്കണം. ഇന്നത്തെ കറി എന്താ? ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കുന്നേ? കിച്ചടി, എഗ് റോസ്റ്റ്, അങ്ങനെ പറ. അങ്ങനെ നമ്മൾ ഇതേ കിച്ചടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മുട്ട റോസ്റ്റിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ അരിഞ്ഞ് കഴിഞ്ഞു. പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ നിർത്തിയേക്കുന്നത്, ഹൈവേന്റെ തൊട്ട് സൈഡിൽ തന്നെ. ഇവിടെ ഒരു ചെറിയൊരു സ്കൂളും ഉണ്ട് നമ്മുടെ നിർത്തിയ അവിടെ തന്നെ ആയിട്ട്. പ്രൈമറി സ്കൂളാണെന്ന് തോന്നുന്നു, ഒരു ചെറുത്. ആരും ഇല്ല പക്ഷെ. ഷെഫ് അവിടെ പ്രിപ്പറേഷനിലാണ്. എന്തായോ എന്തോ. എന്തായി? വിസില് വന്നില്ല. എന്തെങ്കിലും വരുമോ? എല്ലാരും വണ്ടി തന്നെ ഉണ്ട്, അവര് ബിസിയാണ് വണ്ടിയില്. എല്ലാരും നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്, എന്താണ് സംഭവം എന്നറിയാം. നമുക്ക് ഇവിടെ തന്നെ കൂടെ കൂടിയാലോ? അവിടെ ദൂരെ എന്താ അത്? നമ്മളിപ്പോ എവിടെ എത്തിയ വല്ല അറിവുണ്ടോ? കരൺപൂർ, ഝാൻസി സാഗർ, നാർസിംഗ്, എന്താ രസമല്ലേ? വിജനമായ വഴി. ഇതാണ് മോൻ ആഗ്രഹിച്ച വഴി. രണ്ട് സൈഡും പാടങ്ങള്. NH44 തന്നെയല്ലേ ഇത്? 44. അങ്ങനെ നീണ്ടു കിടക്കണേണ് വിജനമായിട്ടുള്ള വഴി, മോൻ ആഗ്രഹിച്ച വഴി. പക്ഷെ റോഡ് മോശമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 6 ലൈൻ ആണെന്ന് തോന്നുന്നല്ലേ? നമ്മളിപ്പോ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞു, കഴിച്ചിട്ടില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് കഴിക്കാന്ന് കരുതി. എന്നാലും ഫുഡിന്റെ പരിപാടി കഴിഞ്ഞല്ലേ, ഉണ്ടാക്കല് കഴിഞ്ഞു എന്തായാലും. അതെ, അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഫ്രീ ആവണതിനനുസരിച്ചിട്ട് നിർത്തി കഴിക്കും. എന്താ റോഡല്ലേ? ശരിക്കും സിനിമയിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ, ടിവിയിലൊക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനത്തെയൊക്കെ വഴികള്. അപ്പൊ നമ്മൾ അതിലൂടെ പോകുന്നു. നല്ലയിടത്ത് നിർത്തായിരുന്നല്ലേ? എന്താ രസം നോക്കി. എന്റെ മേളിലൊരു അമ്പലം. 8:44 ഒരുപാട് ലേറ്റ്. നമുക്ക് ഇനിയും പോവാനുണ്ട്. ഇനി 650 കിലോമീറ്റർ കവർ ചെയ്യാനുണ്ട്. നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറെ ടൈം നമ്മുടെ വേസ്റ്റ് ആയില്ലേ?
വേസ്റ്റ് അല്ല. ആ, അത് നമ്മുടെ സമയം പോയി. അതുകൊണ്ട് ഇനി 3 നേരം ഉണ്ടാക്കണ്ട. കറക്റ്റ് സ്ഥലവും കിട്ടി നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ. ആരുടെയും പ്രശ്നവും ഇല്ല, ഒരു കുഴപ്പമില്ല. ഫുഡ് കേട്ടിരുന്ന് ഉണ്ടാക്കി, നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി സെറ്റപ്പ് ആക്കി വെച്ച പോലെ ഉണ്ടായിരുന്നു. തട്ടും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ചെറിയൊരു ഗ്രാമമാണ് ഇവിടെ. അവിടെ താഴെ പോത്തുകളൊക്കെ കൊണ്ടുപോകണം കൊറേ. സ്ഥലത്തിന്റെ പേര് ഏതാന്ന് ഒരു ഐഡിയ ഇല്ല. നമ്പർ 786 MP. നമ്മുടെ വണ്ടി ഒന്ന് കഴുകണമല്ലോ, സർവീസിന് കേട്ടല്ലേ ഡൽഹിയിലെത്തുമ്പോ. ഇനി ഒരുപാട് അഴുക്കാവാനുണ്ട്. അത് ആ മഴ പെയ്തിട്ട് നമ്മൾ ആ ചെളി കൂടെ പോയല്ലോ, അപ്പോഴാണ് അത്രയും ചെളി തെറിച്ചത്. കാഴ്ച വെയിലത്ത് അല്ല കന്യ. ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാരെ കണ്ടല്ലേ 2 വീലേഴ്സില്. ഒരു വലിയ ശിവന്റെ പ്രതിമ. അങ്ങനെ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള ഒരു ഹോട്ടലിൽ നിർത്തിയേക്കുവാണ്. മാമ ഹോട്ടൽ. അപ്പോൾ ഇന്ന് ചായ ഉണ്ടാക്കാൻ പറ്റിയില്ല, അപ്പോൾ ഫ്ലാസ്കിൽ നിറയ്ക്കാന്ന് കരുതി. അപ്പൊ നമ്മളിപ്പോ എവിടെയാ അറിയത്തില്ല. മധ്യപ്രദേശ് കഴിഞ്ഞ് ഉത്തർപ്രദേശിലേക്ക് കയറി. എന്തായാലും ചായ കിട്ടി. അങ്ങനെ നമ്മളിപ്പോ ഉത്തർപ്രദേശിലേക്ക് കയറി. എങ്ങനെയുണ്ട് ഉത്തർപ്രദേശിലെ ചായ? വളരെ മോശമായ ചായ. വളരെ മോശപ്പെട്ട ചായ. എന്ത് പറ്റി? നമ്മുടെ ചായയില് വെള്ളം കൂടുതലായിരിക്കും, ഈ ചായയില് പാല് ഭയങ്കര കട്ടിപ്പ്. അവര് ഒരു ചെറിയ ഗ്ലാസ്സിലെ ചായ തരുള്ളൂ. അതെ, ഈ ഗ്ലാസ്സിൽ കണ്ടില്ലേ, ഇത് അവര് തന്ന ഗ്ലാസ്, അതിലാണ് തരുന്നത്. മധ്യപ്രദേശ് ഫുള്ള് പാടങ്ങളായിരുന്നു, ഇവിടെ അത്ര ഇല്ല അല്ലെ, കുറച്ചും കൂടെ പച്ചപ്പ് കാണുന്നുണ്ട്. മധ്യപ്രദേശ് ഫുള്ള് വരണ്ട് കിടക്കുന്ന പോലെ. ടോൾ ഗേറ്റ്
വെൽക്കം ടു ഏത് ടോളാണെന്ന് വാങ്ങിക്കാൻ പറ്റില്ല. എന്തായാലും ആനുവൽ പാസ് എടുത്തത് നന്നായി. ഇനി ദൂരയാത്ര ചെയ്യണവർ അല്ല, ദൂരയാത്ര ചെയ്യുന്നില്ലെങ്കിലും ഇതുപോലെ തന്നെ എന്തെങ്കിലും വർക്കിനായിട്ടൊക്കെ പോകുന്നവരാണെങ്കിലും 1 ഇയറിലേക്ക് ഈ ആനുവൽ പാസ് എടുത്ത് ഏറ്റവും നല്ലത്. കാരണം പെർ ടോൾ നമുക്ക് 50 റുപ്പീസേ വരുന്നുള്ളൂ. അതായത് 3000 രൂപ ഒരു ഇയറിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് 200 ടോള് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഒരു വർഷം നമുക്ക് 200 ടോള് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പൊ പെർ ടോള് നമുക്ക് 15 രൂപ വെച്ച് വരുന്നുള്ളൂ. അതിന് നമ്മൾ എത്ര ടോള് കഴിഞ്ഞല്ലേ. അതും ഓരോ ടോളിന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്ര 150 രൂപ 140 രൂപ 100 താഴെ ഒന്നും ഇല്ല. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ല. വലിയൊരു തടാകമാണല്ലേ. തടാകം എന്താ ഭംഗിയാണ് 2 സൈഡും. താൽ ബെഹാർ സ്പീഡ് ക്യാമറ. താമരയാണോ അത്? താമര വിരിക്കണം കണ്ടില്ലേ. കൊരങ്ങനാ? ഒരുപാടുണ്ട് കൊരങ്ങനൊക്കെ. ഓ, റോട്ടിൽ കിടക്കണ ട്രാക്ടർ കൊണ്ടാണ് കണ്ടോ. ഇനി ഇതാണ് ട്രാക്ടർ. ഇംബ്രോ ട്രാക്ടർ കണ്ടോ? ചിലവരൊന്നും നോക്കൂല. ഇൻഡിക്കേറ്റർ പോലും ഇടാണ്ടായിരിക്കും ചിലപ്പോ എടുക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്ത് പോവാം. ആർക്കൊക്കെ അത് പറ്റില്ല, അത്രയും ലോഡായിട്ട് പോകുന്നത്. ആറ് മണിയായിട്ടും സൂര്യന് നല്ല ഉദിച്ച് തന്നെ നിക്കുന്നുണ്ടല്ലേ. ഇരുട്ട് വൈകിട്ടാണ് ഇത് വീഴണേന്ന് തോന്നുന്നു. വൈകിയാണ് ഇരുട്ടാവണേന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ ഉണ്ടോ? ഇഷ്ടപ്പെട്ടോ ഇമ്രാന്? എനിക്ക് ഇവിടെ വന്ന് താമസിക്കാം. കൊറേ ഇഷ്ടമായ. കഷ്ടപ്പെട്ടാണ് മലയാളം പറയുന്നത് മക്കള്. എനിക്ക് ഓൾറെഡി നല്ലപോലെ മലയാളം അറിയാം. മലയാളം പറയാൻ അറിയാം അല്ലേ? എനിക്ക് മലയാളം നല്ലോണം പറയാൻ അറിയാം. ഇമ്രാനെ കുറച്ച് അറിയാം. കൊറേ അറിയാം. ഞാൻ വിചാരിക്കുന്ന ഇമ്രാൻക്ക് കുറച്ച് അറിയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നല്ലോണം നോക്കി നല്ല സൂക്ഷിച്ച് നോക്കി നിന്നോട്ടാ. ഇഷ്ടപ്പെടും നിങ്ങൾക്ക്. ഇഷ്ടപ്പെടോ? നല്ല വ്യൂ ആണ്. നല്ല സ്ഥലം. ആർക്കും ഇഷ്ടപ്പെടാതിരിക്കും? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി എന്തെങ്കിലും പിന്നെ എല്ലാവരും പറയട്ടെ, യൂട്യൂബർ എല്ലാരും നോക്കി ഞങ്ങളുടെ അടുത്ത് സംസാരിക്കണം കേട്ടാ.
നിങ്ങൾ വീഡിയോ നോക്കിക്കൊണ്ടിരുന്നോ? വീടോ? ആർക്ക് വീഡിയോ നോക്കിക്കൊണ്ടിരുന്നു. വീഡിയോ? നമ്മളിപ്പോ എത്തും ഏകദേശം 10 മണിയല്ലേ? രാത്രി 10 മണിയാകും. അറിയത്തില്ല. കൊറേ കിലോമീറ്റർ ഇനി ഒരു ഏകദേശം 278 കിലോമീറ്ററും കൂടെ പോവാനുണ്ട് നമുക്ക് ആഗ്രഹിലേക്ക്. എന്താ അസ്തമയ സൂര്യൻ. നമ്മുടെ യോഗി ആദിത്യനാഥ് ആപ്കാ സ്വാഗത്. അങ്ങനെ നമ്മള് ഗോളിയാറ് കഴിഞ്ഞു. ഇപ്പൊ ഉള്ളത് ബാൻമോർ എന്ന് പറഞ്ഞ ഇതൊരു സ്ഥലത്താണ്. ഇവിടെ ഇപ്പൊ ബ്രെഡ് മേടിക്കാൻ വേണ്ടിട്ട് നിർത്തിയേക്കുക. ആ പങ്കജ് ഖോയൽ പാപ പടിയ വാലെ. ഇതൊരു വില്ലേജ് ആണോ ടൗൺ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഒരാൾ നിൽക്കുന്നുണ്ടല്ലേ. ആരും ഒതുങ്ങി പോലും കൊടുക്കുന്നില്ല ആംബുലൻസ് പോണാണ്ടിട്ട്. കിട്ടിയോ? ബ്രെഡ് മേടിച്ചു നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഒരു 100 കിലോമീറ്ററും കൂടി ഉണ്ട് ആഗ്രയിലേക്ക്. ഇന്ന് നല്ല ടയേർഡായി, കാരണം റോഡ് ഫുള്ള് മോശം, ഭയങ്കര മോശം റോഡ്. അത് ഈ പണിയും കൂടെ നടക്കണ കൊണ്ടിട്ട് ഫുള്ള് എന്താ പറഞ്ഞാൽ പൊളിഞ്ഞ് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോകാൻ വേണ്ടി. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ എങ്ങും ഇല്ല. ഉത്തർപ്രദേശിലേക്ക് കയറിയതിന് ശേഷം ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. ഇവിടെ ഉണ്ട്, കണ്ടില്ലേ, പക്ഷെ ഒന്നും വർക്കിംഗ് അല്ല. അതുകൂടാണ്ട് ഈ കാളകള്, അത് റോട്ടിൽ എപ്പോഴാ വന്നേന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഭയങ്കര പൊല്യൂഷൻ. ഈ മെയിൻ ഹൈവേയിലൊക്കെ ഇവർ ഈ പാടങ്ങളിൽ നെല്ല് കൊയ്തിട്ട് അതെന്തോ കത്തിക്കുക അങ്ങനെ എന്തോ ചെയ്യും അതിൻ്റെ ബാക്കിയുള്ളത്. അപ്പോൾ അതിൻ്റെ പുക ഫുള്ള് നിറഞ്ഞിട്ട് നമുക്ക് വിസിബിലിറ്റി കുറവാണ്. അതിൻ്റെ ഇടയ്ക്ക് കാളകൾ. അതുകൂടാണ്ട് ഇവിടുത്തെ ആൾക്കാർ ഒന്നും നോക്കാണ്ട് റോങ് സൈഡൊക്കെ ഇതുപോലെ കയറി വരും. അപ്പം അതിൻ്റെ പ്രശ്നം. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തർപ്രദേശിൽ. ഇനിയിപ്പോൾ 100 കിലോമീറ്ററും കൂടെ അപ്പോഴത്തേക്കും എത്ര റൂം എന്തായാലും പറഞ്ഞിട്ടുണ്ട്. നേരെ റൂമിലേക്ക് പോയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്തായാലും നാളെ ആഗ്ര സൈറ്റ് സീയിങ് ആണ്. അപ്പോൾ എന്തായാലും മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് വേണം ഇറങ്ങാൻ വേണ്ടി. കുട്ടികൾ ഇവിടെ എന്തായാലും ഉറക്കമായി രണ്ടുപേരും, കാണുന്നില്ല. അങ്ങനെ നമ്മൾ ഫൈനലി ആഗ്രയിൽ എത്തിയിട്ടുണ്ട്. വല്ലാത്തൊരു യാത്രയായിരുന്നു ഇന്നത്തത്. കണ്ടില്ലേ, റോഡൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തി ഒന്ന് കിടക്കണം, അതാണ് ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം. കാരണം അത്രയും ടയേർഡാണ്. ഇത്രയും വലിയ സിറ്റി ഇങ്ങനെയായിരിക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെ, ഇത്രയും വലിയൊരു സ്മാരകമല്ലല്ലോ, ഒരു ഇതുണ്ടായിട്ട് അവിടെ വന്ന ഒരു ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുമ്പോൾ വളരെ പത്തറ്റിക്. വല്ലാത്തൊരു റോഡുകൾ തന്നെ ഇവിടെ ഉള്ളത്. എന്നറിയില്ല, എന്തായാലും ബാക്കി നാളെ രാവിലെ കാണാം. ഇതിപ്പോൾ ഒന്നും അറിയുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊക്കെ. ഇപ്പം ബാക്കി നാളത്തൊക്കെ വീഡിയോയിൽ കാണാം. ടാറ്റാ.